ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 13ാമത്തെ ഞായറാഴ്ച. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരോട്, ശിഷ്യന്മാരോട് ശിഷ്യത്വത്തിന്റെ യോഗ്യതയെക്കുറിച്ച് സംസാരിക്കുക. നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിന്റെ ഒക്കെ പശ്ചാത്തലമാണ്. നമ്മൾ ഫൗള് ചെയ്യുന്നവർക്ക് റെഡ് കാർഡ് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. ഈ ശിഷ്യത്വത്തിൽ നിന്നും, ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയപ്പെടുന്ന അവസ്ഥയിൽ നിന്നും റെഡ് കാർഡ് കിട്ടാൻ സാധ്യതയുള്ള 3 ഫൗളുകളെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. 3 കാര്യങ്ങളിലാണ് അയോഗ്യത പ്രഖ്യാപിക്കുന്നത്. ഡിസ്ക്വാളിഫൈഡ്, അയാൾ അയോഗ്യനാണെന്ന് പറയുകയും റെഡ് കാർഡ് ഒഴിക്കാതെ പുറത്താക്കുകയും ചെയ്യപ്പെടുന്ന 3 കാര്യങ്ങൾ. 3 വാക്യങ്ങൾ ഇങ്ങനെയാണ്: എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ. സ്വന്തം കുരിശിൽ തന്നെ അനുഭവിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ഇങ്ങനെ 3 ഫൗളുകളാണ് പറയുന്നത്. 3 ഫൗളുകൾ. എന്താണ് ഈ 3 ഫൗളുകൾ? നമ്മൾ ചിന്തിക്കും, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്ന കൽപ്പന 10 കൽപ്പനകൾക്കുള്ളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി, അതായത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ 3 കൽപ്പനകൾ കഴിഞ്ഞാൽ 4ാമത് വരുന്ന മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായി ആദ്യം അവതരിപ്പിക്കുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ഭൂമിയിൽ ദീർഘായുസോടുകൂടി നിനക്ക് ജീവിക്കണമെങ്കിൽ, അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറയുന്നൊരു നിയമം, ഒരു കൽപ്പന നൽകിയ ദൈവമാണ്, ആ ദൈവപുത്രനാണ് ഇവിടെ പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറയുന്നത്. സ്നേഹിക്കുന്നവൻ വളരെ ഇങ്ങനെ ഇതിനെ ഈ വാച്യാർത്ഥത്തിൽ എടുക്കുമ്പോൾ നമ്മൾ ഇതെങ്ങനെ ശരിയാവുന്നത്? അപ്പനെ അമ്മയെ സ്നേഹിച്ചാൽ അത് പാപമാണോ? അത് ക്രിസ്തുവിനെതിരാണോ? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെയല്ലേ കാണപ്പെടുന്ന ദൈവം കാണപ്പെടുന്ന ദൈവമായി മാതാപിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇവിടെ ഈ കൃത്യം വാച്യാർത്ഥത്തിലല്ല ഇത് എടുക്കേണ്ടത്. നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ്, നമ്മുടെ ഇങ്ങനെ പരമ്പരാഗത സ്വത്ത് എന്നൊക്കെ പറയുന്ന പോലെ പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്തൊക്കെയാണോ ഇങ്ങനെ എൻ്റെ കുടുംബപരമായി നേടിയിരിക്കുന്നത്, സ്വത്തുവകകൾ, അധികാരങ്ങൾ, സമ്പൽ സമൃദ്ധി, ഇതൊക്കെ ഇങ്ങനെ ആരെങ്കിലും പരമ്പരാഗതമായി എന്തൊക്കെ എന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഓഹരി, നമ്മളിങ്ങനെ മക്കളൊക്കെ അടിയിട്ടൊക്കെ വാങ്ങിക്കുന്ന ഓഹരിയൊക്കെ ഉണ്ട്. ഇങ്ങനെ കണക്ക് പറയും, സഹോദരങ്ങൾ തമ്മിൽ അപ്പന്റെ സ്വത്തിനെ സംബന്ധിച്ച് കണക്ക് പറയും. നമ്മളിങ്ങനെ ബൈബിളിൽ തന്നെ ആ ധൂർത്തുപുത്രന്റെ കഥയൊക്കെ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ കണക്ക് പറയും. ഈ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നതിനെ കുറിച്ചല്ല, അവരിൽ നിന്നും എന്തൊക്കെ കിട്ടാം, ലാഭം എന്ന് പറയുന്ന കാര്യത്തിനെ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി ഒരു നിഷ്കാമകർമ്മ എന്നൊക്കെ പറയുന്ന പോലെ, ഒരു സെൽഫ്ലെസ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ സ്വയം മറന്ന് അല്ലെങ്കിൽ സ്വയം ത്യജിച്ചിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്ന സ്നേഹത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയുള്ളൊരു സ്നേഹം, അടുപ്പം, ഈ ഒരു വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ത്വര, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്നേഹം, ഇതിനെയാണ് ഈ പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. നമ്മൾ അതിന്റെ വ്യക്തമായിട്ട് അതിന്റെ ഒരു ഡയറക്റ്റ് സെന്റൻസിന്റെ അർത്ഥത്തിൽ എടുക്കാതെ ക്രിസ്തുവിന് നിരക്കാത്ത രീതിയിൽ പലതും നേടാൻ വേണ്ടി നമ്മളിങ്ങനെ കുടുംബത്തിന്റെ മഹിമയും കുടുംബത്തിന്റെ പാരമ്പര്യം അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഓഹരി, ഇതിനൊക്കെ വേണ്ടി അമിത സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിട്ടുകളയാൻ പറ്റുന്നില്ല, ക്രിസ്തുവിന് വേണ്ടി വിട്ടുകളയാൻ പറ്റുന്നില്ല. ഇതാണ് 1ാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ. 2ാമത്തേത് പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ യോഗ്യനല്ല. സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം അപ്രസക്തമാണ്. കാരണം ഒരു സമർപ്പിതൻ എന്ന രീതിയിൽ, ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പുത്രനോ പുത്രിയോ ഇല്ല. എനിക്കെങ്ങനെയാണ് ഇത് ബാധകം? അല്ലെങ്കിൽ ഒരു പുത്രനോ പുത്രിയോ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എങ്ങനെയാണ് ഇത് ബാധകമാകുന്നത്? മകനെയോ മകളെയോ സ്നേഹിക്കുക എന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നമ്മളിന്നെ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിങ്ങനെ സമ്പാദിച്ചു കൂട്ടുകയാണ്. നമ്മൾ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയുള്ളൂ, മക്കൾക്ക് വേണ്ടിയാ. ഇങ്ങനെ സമ്പാദ്യമൊക്കെ ഇങ്ങനെ വലിയ സമ്പാദ്യം അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യമാണെങ്കിൽ പോലും ഇങ്ങനെ ന്യായമായ വഴിക്കും അന്യായമായ വഴിക്കും അനീതിയുടെ വഴിക്കും ഒക്കെ സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചൊക്കെ സമ്പാദിക്കുന്നതാണ് നേരെ വഴിക്കുമാകാം. എന്താണെങ്കിലും സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടത്തൊക്കെ, അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി വലിയ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന വലിയ ബാങ്ക് ബാലൻസ് ഒന്നും അല്ല, സമ്പത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോഴേ അവർ മറുപടി വരും, മകന് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി എന്ന് പറയും. അതാണ് ഈ പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുക.
സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള ഓട്ടം. മറ്റേത് പിടിച്ചു പറിക്കാൻ വേണ്ടിയുള്ള, പിടിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള, തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടിയുള്ള സ്നേഹമാണ് ഈ പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുക എന്ന് പറയുന്നത്. മക്കളെ പാകനെയും മകളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള സ്നേഹം. രണ്ടും ഇതിന്റെ ഫോക്കസ്, ഈ സമ്പാദ്യം എന്ന് പറയുന്നത് പണം മാത്രമായിട്ട് ബന്ധപ്പെടുത്തിയല്ല നമ്മൾ കാണുന്നത്. ഈ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാനുള്ളൊരു ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളായിട്ട്, ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അവരെ കുറിച്ച് ഈശോ പറയുകയാണ് ദേ ആർ ഡിസ്ക്വാളിഫൈഡ്, അവര് അയോഗ്യരാണ്, യോഗ്യതയില്ല. ഇനി മൂന്നാമതൊരു ഫൗൾ കൂടിയുണ്ട്. മൂന്നാമത്തെ ഫൗൾ എന്ന് പറയുന്നത് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശ്, നിന്റെ കുരിശ്, അതായത് ഈശോ കുരിശ് വന്നത് മനുഷ്യകുലത്തിന് വേണ്ടിയാ, മുഴുവനും വേണ്ടിയാ. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മൾ കുരിശെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പാപങ്ങൾക്ക് വേണ്ടി ആദ്യം കുരിശെടുക്കണം, പിന്നീടാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ആ കുരിശ് സഹിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു നമ്മളുടെയൊക്കെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാതെ, ഈശോയെ അനുഗമിക്കാതെ നമ്മളിരിക്കുകയാണ്. പിന്നെ എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നമ്മുടെ കംഫർട്ട് സോണിലാണ്, നമ്മളിങ്ങനെ സ്വസ്ഥമായ ഒരിടത്ത് ഇരിക്കുക. നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കാൻ വേണ്ടി നമ്മൾ മൂവ്മെന്റുകളൊന്നും നടത്തുന്നില്ല, നമ്മൾ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കുക. നമ്മൾ കംഫർട്ട് സോണിലാണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല, ഈശോയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. കുരിശെടുക്കുക എന്ന പ്രായശ്ചിത്തം, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രായശ്ചിത്തവും ചെയ്യുന്നില്ല, ഈശോയെ അനുഗമിക്കുന്നുമില്ല. നമ്മൾ വളരെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്നൊരു കാര്യം, അതും ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും ഓഹരിക്ക് വേണ്ടിയും അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ, സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന നെട്ടോട്ടങ്ങൾ, പിന്നെ സ്വസ്ഥമായിട്ട് നമ്മളൊന്നും ചെയ്യാതെ പ്രായശ്ചിത്തം ചെയ്യുന്നുമില്ല, യേശുവിന്റെ പുറകെ പോകുന്നുമില്ല, യേശു പറയുന്ന കാര്യങ്ങൾ, യേശുനാഥൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമില്ല. അങ്ങനെ സ്വസ്ഥമായിട്ട് നമ്മളൊരു കംഫർട്ട് സോണിൽ ഇങ്ങനെ തുടരുന്നു എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ. അങ്ങനെ 3 അയോഗ്യതകളാണ് പറയുന്നത്. ഈ 3 എനിക്ക് യോഗ്യനല്ല, എനിക്ക് യോഗ്യനല്ല, എനിക്ക് യോഗ്യനല്ലെന്ന് 3 പ്രാവശ്യം ഈശോ പറയും. ഈ 3 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ശിഷ്യൻ ഓഹരികൾക്ക് വേണ്ടി തമ്മിൽ തരുന്നവനാകാൻ പാടില്ല. ക്രിസ്തു ശിഷ്യൻ ഇങ്ങനെ ഈ ഭൂമിയിൽ സമ്പാദ്യം മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പോലും സമ്പാദ്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നവനാകാൻ പാടില്ല. ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, സ്വന്തം പാപങ്ങൾക്ക് പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് നീങ്ങുന്ന ഒരാളാകുന്നതിന് പകരം സ്വന്തം കംഫർട്ട് സോണിൽ ഇങ്ങനെ സ്വസ്ഥമായിരിക്കുന്ന ഒരാളായി മാറാൻ പാടില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം റെഡ് കാർഡ് കിട്ടുന്ന ഫൗളുകളാണ്, 3 ഫൗളുകളാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈ 3 നീതിക്ക് നിരക്കാത്ത, സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം. അങ്ങനെയെങ്കിൽ റെഡ് കാർഡ് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ഫൗളുകളിൽ നിന്നും ഒഴിവായൊരു ജീവിതം നമുക്ക് നയിക്കാൻ ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.